ഈ ജീവന്റെ വിഷം ഉപേക്ഷിച്ച് പോയപ്പോൾ അവൻ ആ ശ്വാസം നഷ്ടപ്പെട്ടു. ഇനി ദൈവം വീണ്ടും ഊതാതെ അവനത് കിട്ടത്തില്ല. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതേക്കുറിച്ച് കേൾക്കും. ദൈവം ഊതിക്കൊടുത്ത ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യനാണ് നമ്മൾ ഈ വശത്ത് കാണുന്നത്. ഇവന് ദൈവത്തിൻ്റെ ജീവനില്ല. ഇവന് മതമുണ്ട്, ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട്, പാരമ്പര്യമുണ്ട്, ബലികളുണ്ട്, നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. ഇല്ലാത്തതൊന്നുമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതില്ല, ദൈവത്തിൻ്റെ ജീവനില്ല. അത് ഇവൻ എന്തെല്ലാം ചെയ്താലും അത് ലഭിക്കത്തില്ല. ദൈവം വീണ്ടും അവനിലേക്ക് നിശ്വസിക്കണം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ടവരെ ഓർത്തിരിക്കുക ഈ കാര്യം. ദൈവം നിശ്വസിക്കാതെ ഈ മനുഷ്യന് ഒരിക്കലും ജീവൻ ഉണ്ടായിരിക്കത്തില്ല. ദൈവം നിശ്വസിക്കണം. God must once again breathe into man. അതിനാൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ച് വലിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ അവനത് നിറവേറ്റണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയണം. ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവനിൽ ദൈവത്തിൻ്റെ ജീവനുണ്ടായിരുന്നു, അവനിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അധികാരമുണ്ടായിരുന്നു. ദൈവം അവനെ മഹത്വം കൊണ്ടും ബഹുമാനം കൊണ്ടും കിരീടമണിയിച്ചു. അവന് മാലാഖമാരുടെ അകമ്പടി ഉണ്ടായിരുന്നു. അവൻ ഈ ഭൂമിയിലുള്ള സർവ്വശക്തികളെയും കീഴടക്കാനുള്ള അധികാരവും ശക്തിയും ഉണ്ടായിരുന്നു. പിശാചിനെ നശിപ്പിക്കാനും അവനെ പരാജയപ്പെടുത്താനുള്ള ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ പിശാച് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ ആത്മാവ് മരിച്ചു പോയപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. അവൻ പിശാചിൻ്റെ അടിമയായി. ഇതാണ് ദൈവം ഇന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു സൃഷ്ടി. ഒരു മനുഷ്യനിലൂടെ വന്ന സൃഷ്ടിയാണിത്. പാപിയായ ആദത്തിലൂടെ, ശപിക്കപ്പെട്ട ആദത്തിലൂടെ, രോഗിയായ ആദത്തിലൂടെ, ദൈവം ഇല്ലാത്ത ആദത്തിലൂടെ, യേശുക്രിസ്തുവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ട ആദത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത് ഈ മനുഷ്യരാശി ദൈവത്തിൻ്റെ പ്ലാൻ നിറവേറ്റാൻ സാധിക്കാത്തത് കൊണ്ട് ദിസ് മാൻ ഈസ് യൂസ്ലെസ് ടു ഗോഡ്. ഈ മനുഷ്യന് ദൈവത്തെ സംബന്ധിച്ച് യാതൊരു പ്രയോജനവുമില്ല. ഈ സൃഷ്ടിയെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനമില്ല. അവൻ അടിമയാണ്. ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെ അടിമയാണ്. നമ്മളൊക്കെ കേൾക്കുന്നതാണ് പത്രങ്ങളിലൊക്കെ, പ്ലെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി, അല്ലെങ്കിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി, ഇത്ര പേരെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് അവരെ പിടിച്ചു വച്ചിരിക്കുക. ഒരു പക്ഷേ അമേരിക്കക്കാരെ ഒരു പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി ഒരു രാജ്യത്തേക്ക് അയക്കുക. ആ അയക്കപ്പെട്ടവരെ, ആ രാജ്യത്തുള്ളവർ പിടിച്ച് ജയിലിലടച്ച് അവരുടെ ആയുധങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ ജയിലിൽ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥയിൽ അമേരിക്കൻ ഗവൺമെൻറ്റിന് അവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരെ വീണ്ടും ഒരാളെ അയച്ച് അവരെ ആ ജയിലിൽ നിന്നൊക്കെ മോചിപ്പിച്ച് അവരെ ആയുധങ്ങളൊക്കെ ധരിപ്പിച്ച് എങ്കിൽ മാത്രമേ അവർക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്രകാരം ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ അത് നിറവേറ്റാൻ സാധിക്കത്തില്ല. കാരണം മനുഷ്യൻ ഇന്ന് ദൈവത്തിൻ്റെ ശത്രുവായ പിശാചിൻ്റെ അടിമയായി. അവനെ നിരായുധമാക്കി. പിശാച് അവനെ സ്ട്രിപ്പ് ചെയ്തുകൊണ്ട് പോയി. ദൈവം കൊടുത്ത അധികാരവും ശക്തിയെല്ലാം ഇവരെടുത്തുകൊണ്ട് പോയി. മനുഷ്യൻ ഇന്ന് പാപിയാണ്, ശപിക്കപ്പെട്ടവനാണ്, ബലഹീനനാണ്, പിശാചിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ്. പിശാചിന് എന്ത് ആഗ്രഹിക്കുന്നോ അത് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാം. അവൻ ആഗ്രഹിക്കുന്ന സർവ്വതിന്മകളും അവനെ കൊണ്ട് ചെയ്യിക്കാം. അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവനെ കൊണ്ട് ആരാധിപ്പിക്കാം. അവനെ കൊണ്ട് നന്മയേൽപ്പിക്കാം. മനുഷ്യനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് നന്മയേൽപ്പിക്കാം. കാരണം അവൻ നന്മ തിന്മ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നത്. നന്മയുമുണ്ട് തിന്മയുമുണ്ട്. ഇത് പിശാച് മനുഷ്യരാശിയെ കളിപ്പിക്കുന്ന ഒരു വലിയ മാർഗമാണ്. ദൈവവചനത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്നെ ദൈവം ആരാകാൻ വേണ്ടി സൃഷ്ടിച്ചു എന്ന് മനുഷ്യനറിയത്തില്ല. ഞാൻ ഇന്ന് ആരായി പോയി എന്നറിയത്തില്ല. എനിക്ക് ഇവിടുന്ന് ഒരു മോചനം വേണമെന്ന് മനുഷ്യനറിയത്തില്ല. ആ മോചനം എവിടെ കിട്ടുമെന്നറിയത്തില്ല. മോചിക്കപ്പെടുന്ന ഒരു ആഗ്രഹമില്ല. അങ്ങനെ മനുഷ്യൻ അജ്ഞതയിലാണ്. അതുകൊണ്ടാണ് ദൈവം വിലപിക്കുന്നത്, എൻ്റെ ജനം അജ്ഞത കൊണ്ട് നശിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ എനിക്കൊരു മോചനമില്ല. ഐ നീഡ് ടു ബി റിഡീംഡ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഐ നീഡ് ടു ബി റിഡീംഡ്. ഇവിടെയാണ് പത്രോസിൻ്റെ ലേഖനം
1 പത്രോസിൻ്റെ 1:18 മുതൽ വായിച്ചാൽ കാണാം, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടാണത്രേ. വളരെ വളരെ വ്യക്തമായിട്ട് കർത്താവ് ഈ വായനയിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവജനം എന്ന് ഇന്ന് സുവിശേഷം വിളിക്കുന്ന ദൈവവചനം ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. ആ ദൈവം ഒരു രക്ഷകര പദ്ധതി നടത്തി, നമ്മളതേക്കുറിച്ച് കേൾക്കും. ആ രക്ഷകര പദ്ധതി നടത്തിയതിന് ശേഷം ആ രക്ഷയെ സ്വന്തമാക്കിയവരോട് തൻ്റെ ദാസനായ പത്രോസിലൂടെ യേശു സംസാരിക്കുന്ന വചനമാണ് രക്ഷിക്കപ്പെട്ട സമൂഹത്തോട് പറയുന്നത്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് പിതാക്കന്മാരിൽ നിന്ന്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പം നിനക്കൊരു വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ഒരു വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ പതനമാണ് ഇവിടെ. ആ മനുഷ്യൻ യൂസ്ലെസ് ആണ് ദൈവത്തിന്. എന്നാൽ ഈ യൂസ്ലെസ് ആയവനെയാണ് ദൈവം വിലയ്ക്ക് മേടിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കാറുണ്ട്. പുതിയ വീട് മേടിക്കാറുണ്ട്, പുതിയ കാറ് മേടിക്കാറുണ്ട്. നമ്മളാരും യൂസ്ലെസ്സായ ഒരു കാറ് മേടിക്കാറില്ല. നമ്മളാരും യൂസ്ലെസ്സായിട്ട് വീക്കുള്ളതും ഇടിഞ്ഞും പൊളിഞ്ഞും തകരാൻ പോകുന്ന, തലയിൽ വീഴാൻ പോകുന്ന വീട് മേടിക്കാറില്ല. ദൈവം മേടിക്കുന്നത് പുതിയതല്ല, ദൈവം മേടിക്കുന്നത് യൂസ്ലെസ് ആയി പോയ മനുഷ്യനെയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ അവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം മനുഷ്യൻ യൂസ്ലെസ് ആണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, എന്നെ കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു കാലത്ത് ദൈവത്തിന് യൂസ്ലെസ് ആയിരുന്നു. ഞാൻ വലിയ മതതീഷ്ണതയുള്ള ആളായിരുന്നു. ഞാൻ ജനിച്ചു വീണ ആ മതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ മുറുകെ പിടിച്ചതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മാത്രമില്ലായിരുന്നു. ഈ സത്യം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ യൂസ്ലെസ് ആണ്. ഞാൻ ആരാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, എന്നാൽ ആരായി പോയി. എന്നാൽ ആ അവസ്ഥയെ ഞാൻ കഴിയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി ദൈവം ഒരു വില കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നിന്നെ വീണ്ടെടുത്തത്, അത് എവിടുന്ന് വീണ്ടെടുത്തു? പിതാക്കന്മാരിൽ നിന്നും നിനക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നും നിന്നെ വീണ്ടെടുത്തത് സ്വർണം കൊടുത്തല്ല, വെള്ളി കൊടുത്തല്ല, നോട്ടുകെട്ട് കൊടുത്തല്ല, യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊടുത്താണ്. ദൈവം ഈ യൂസ്ലെസ്സായ മനുഷ്യന് വേണ്ടി കൊടുത്ത ഏറ്റവും വലിയ വില, മനുഷ്യബുദ്ധിക്കും മനസ്സിലാകാൻ സാധിക്കാത്ത ഏറ്റവും വലിയ വിലയാണിത്. ഈ യൂസ്ലെസ്സായ മനുഷ്യനെ വിലയ്ക്ക് മേടിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത വിലയാണിത്. ഞാൻ നോക്കുമ്പം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കൊടുത്ത വിലയാണിത്. അതിന് ഞാൻ എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരാതെ, ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വരാതെ, ഒരു കാലത്തും പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ യൂസ്ഫുൾ ആകത്തില്ല. കർത്താവ് എന്തിനു വേണ്ടി എന്നെ നിങ്ങൾ സൃഷ്ടിച്ചോ ആ പദ്ധതിയിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കത്തില്ല. അതേക്കുറിച്ചാണ് നിങ്ങൾ വരുന്ന എപ്പിസോഡിൽ കേൾക്കുക. അതിനുള്ള കൃപ കർത്താവ് തരട്ടെ, അതിനുള്ള എളിമ കർത്താവ് തരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്.